ഞാൻ ടിബറ്റ് പോകുന്ന സമയത്ത് ഗോഡ്സ് ഓൺ വാലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ. അത് കടന്നിട്ടാണ് നമ്മൾ കൈലാസം പ്രദക്ഷിണം വെക്കേണ്ടത്. അവിടെ ഇരിക്കുന്നവരെന്താ ചെയ്യണത്, ഇവിടുന്ന് എത്ര ദൂരേ ഉള്ളൂ എന്നറിയാം. നമ്മുടെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന അവിടുന്ന് 1500 കിലോമീറ്റർ പോയുള്ള സ്ഥലമാണ്. തെക്കേറ്റത്തേക്ക് എത്താൻ 3600 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ആ സ്ഥലത്ത് യാക്ക് എന്ന മൃഗത്തിന്റെ തൊലിയാണ് അവർ ഉടുക്കുന്നത് ഇപ്പോഴും. ആ തൊലിയിൽ രക്തം പൂർണ്ണമായിട്ടും തീരുന്നതിന് മുമ്പ് അത് ഉടുക്കണം. ആ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് യാക്കിന്റെ ഡങ് ഉപയോഗിച്ചിട്ട്, അതിന്റെ കാഷ്ടം ഉപയോഗിച്ചിട്ടാണ് അവര് തീ ഉണ്ടാക്കുന്നത്. എന്നിട്ട് യാക്കിന്റെ പാലാണ് കുടിക്കുന്നത്, അതിന്റെ ശവമാണ് തിന്നുന്നത്. ഒരു മൃഗത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു മൃഗമാണ് മനുഷ്യനവിടെ. നമ്മളൊക്കെ പോകുന്ന സമയത്ത് പോക്കറ്റിൽ പേനയുണ്ട്. അന്ന് നമ്മളൊക്കെ റിനോൾസിന്റെ പേനയാണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ തൊട്ട് കാണിക്കും, അത് വേണം. എന്തിനാണെന്ന് അവർക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തിനാ ഇപ്പൊ പേന. ഞാനൊരു പേന കൊടുത്തു. ചെറിയ പെൺകുട്ടികളാണ്, ഒന്നും ഇട്ടിട്ടില്ല, ഇത് മാത്രമേ ഉള്ളൂ. നേരെ കൊണ്ടുപോയിട്ട് എന്തായാലും അറിയാം. 1994 അത് നേരെ കൊണ്ടുപോയിട്ട് കല്ലിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു കല്ലെടുത്തിട്ട് ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചിട്ട് അതിന്റെ മഷി എടുത്തിട്ട് നെയിൽ പോളിഷ് ഇട്ടാണ്. അവർക്ക് കണ്ണ് കാണില്ല പലർക്കും, അറിയോ? കാരണം സൺലൈറ്റ് അടിച്ചിട്ട് ഇറേഡിയേഷൻ കൊണ്ട് കണ്ണ് അടിച്ചു പോയിട്ടുണ്ടാവും. കുറച്ച് ബ്രൈറ്റ്നസ് കുറവായിരിക്കും കാണുന്നതൊക്കെ. ഇവിടെയൊക്കെ കീറിയിട്ട് ബ്ലാക്ക് കളറാവും. കാരണം ഈ ഇറേഡിയേഷൻ ചുമന്നിരിക്കാൻ കാരണം റെഡ് ബ്ലഡാണ്. അതല്ലാതെ നല്ല ചീക്സ് റെഡ് ആയതല്ല. ആ ജന്മം ജീവിക്കുന്നവർ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തപ്പോൾ അത് നോക്കിയിട്ട് എറിയാണ്. അവരെന്താണെന്ന് പോലും അറിയില്ല. നമ്മൾ ലാവിഷായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ ആലോചിക്കണം, അങ്ങനെ ഒരു ജന്മം. അതാണ് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ വാലി. ഇതൊന്നുമല്ല, കേരളമൊന്നുമല്ല ഗോഡ്സ് ഓൺ കൺട്രി, അതാണ് ഗോഡ്സ് ഓൺ കൺട്രി. അവിടെയാണ് നമ്മുടെ ശിവനും പാർവതിയും ഒക്കെ. ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ് രാമായണം. അത് പറഞ്ഞു കൊടുത്ത സ്ഥലത്താണ് ഇത് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഇത് കാലം മാറി. നമ്മൾ സംസാരിക്കുന്നത് 16 ലക്ഷത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്.